യൂത്ത് വ്യാജൻ്റെ പുതിയ പഞ്ചെത്തിയിട്ടുണ്ട്. നേരത്തെ അൻവർ ഈസ് നോട്ട് എ ഹെഡേക്ക് എന്ന് സോഷ്യൽ മീഡിയയിൽ വെണ്ടയ്ക്ക നിരത്തി എഴുതി വച്ചതിന് ശേഷം അന്ന് രാത്രി നമ്മൾ കണ്ട കാഴ്ച ഓർമ്മയില്ലേ? അതെ, പട്ടാളം പുരുഷൂനെ പോലെ തലയിൽ മുണ്ടിട്ട് അർദ്ധരാത്രി ചെന്ന് ഹെഡേക്ക് അല്ലാത്ത PV അൻവറിൻ്റെ മുറിയിൽ കഥകടച്ചിരുന്ന് കുറേ നേരം പിണറായിസം തീർത്ത അതേ ഹീറോയിസം. എന്നിട്ട് നട്ടപ്പാതിരയിലെ ആ കോഴി പ്രവർത്തനം അത് നാട്ടുകാർ വീഡിയോ പുറത്തുവിട്ടപ്പോൾ വ്യാജൻ്റെ കളസം കീറി. ഇപ്പോൾ പുതിയൊരു പീസ് എത്തിയിട്ടുണ്ട്. പാരിതോഷികം കൊടുക്കുമത്രേ. കൃത്യസമയത്ത് ക്യാമറയെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട്, അതും സ്വന്തം പിതാവിൻ്റെ പ്രായമുള്ള വ്യക്തിയോട് പറയുകയാണ്, നിനക്ക് പാരിതോഷികം തരുമത്രേ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോൻ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടി പരിശോധിച്ചിട്ടില്ല, ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ട് എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ, UDFന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റില്ല. പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ടല്ല, ആ പണി എടുക്കണമെങ്കിൽ CPM പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട. അത് നിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളും അല്ല. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഇനിയിപ്പോൾ എങ്ങനെയാണ് പാരിതോഷികം കൊടുക്കുന്നത്? അത് സോ സിമ്പിൾ, നമുക്ക് മനസ്സിലായിക്കൂടെ? ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരും. പേടിക്കേണ്ട, ഭൂതോ പ്രേതോ പിശാചല്ല. 12 മണിക്ക് ശേഷം തലയിൽ മുണ്ടിട്ട് പാരിതോഷികം തരാൻ വരികയാണ്. എവിടെയാണോ ബെഡ്റൂം, നേരെ ബെഡ്റൂമിനകത്ത് കയറി കതവ് കുറ്റിയിട്ടിരുന്ന് കുറച്ച് സമയം പിണറായിസം തീർക്കലാണ് ഇദ്ദേഹത്തിൻ്റെ പാരിതോഷികം തരാൻ. കാര്യം PV അൻവറിൻ്റെ വീട്ടിൽ ഈ പാരിതോഷികം കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ഹെഡേക്ക് അല്ല എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ രാഖി രാമായണം ചെന്ന് ആരെങ്കിലും ചെയ്യുന്ന പ്രവർത്തനമാണോ? അതുപോലെ ക്യാമറകൾക്ക് മുന്നിൽ ഈ ഡയലോഗ് അടിച്ചതിന് ശേഷം ക്യാമറകൾ ഓഫായി കഴിഞ്ഞാൽ രാത്രി 12 മണിയോടുകൂടി ഉള്ളിലെ സതീശനിസം എടുത്ത് പുറത്ത് ചാടും. സ്വാഭാവികമായിട്ട് സതീശനിസത്തിൻ്റെ രീതി സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പ്രചരിക്കുന്ന ചില താരക ഡയലോഗുകൾ നമ്മൾ കേട്ടതാണ്. അതേ സതീശനിസം നേരെ യൂത്ത് വ്യാജൻ്റെയിൽ നിന്നും പുറത്ത് ചാടും. 12 മണിക്ക് തലയിൽ തുണിയിട്ട് പട്ടാളം പുരുഷൂനെ പോലെ ഇന്ന് ആ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇദ്ദേഹം കുറേ പാരിതോഷികം വാരിക്കോരി കൊടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിൻ്റെ പുതിയ കണ്ടെത്തലുകളാണ്. ഒന്നും ഇല്ലെങ്കിലും നാവ് കൊണ്ട് ഡയലോഗ് അടിയും. രാഖി രാമായണം തലയിൽ മുണ്ടിട്ട് ഡയലോഗ് അടിക്കുന്നവരുടെ വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന നാണം കെട്ട ഹീറോയിസം. എന്നിട്ടും ചിലരെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചിലയിടങ്ങളിലൊക്കെ കുതിരയില്ലാത്തടത്ത് കഴുത രാജാവാകുമെന്നും. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുതിരയെ കിട്ടാനില്ല. അതുകൊണ്ട് ഉള്ളതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതുപോലെ എവിടെ എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഇതുപോലുള്ള രാഷ്ട്രീയ മാലിന്യങ്ങൾ അവർക്ക് വലിയ സംഭവമായി മാറുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ പാക്കല.